കഴിഞ്ഞ ദിവസമാണല്ലോ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ശുചിത്വ റാങ്കിംഗ് പട്ടികയും നേട്ടങ്ങളുടെ പട്ടികയും ഒക്കെ പുറത്തേക്ക് വന്നത്. അതിൽ കേരളത്തിന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. അതായത് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഈ മാലിന്യങ്ങളുടെ പേരിൽ വലിയ പഴികൾ കേട്ടിരുന്ന നമ്മുടെ നഗരങ്ങളുണ്ട്. നമ്മുടെ കൊച്ചി നഗരം നിങ്ങൾക്കറിയാമല്ലോ, ബ്രഹ്മപുരത്തുണ്ടായ വലിയ തീപിടുത്തവും ഒക്കെ നമുക്കറിയാമല്ലോ. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് കഥ മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്നിപ്പോൾ നിങ്ങൾ കൊച്ചി നഗരത്തിൽ ഇറങ്ങി നടന്നാൽ പഴയതുപോലെ മാലിന്യക്കൂമ്പാരങ്ങൾ കാണാൻ കഴിയില്ല. പൊട്ടിയൊലിച്ചൊഴുകുന്ന മാലിന്യ വെള്ളം നമുക്ക് കാണാൻ കഴിയില്ല. മനോഹരമായിട്ടുണ്ട്. ആ നഗരം ഇന്ന് വലിയ തോതിൽ മാറിയിരിക്കുന്നു, മുഖം മിനുക്കിയിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾ ബ്രഹ്മപുരത്തേക്ക് ചെന്നാലോ മനോഹരമായ ഇടമായി അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ആ മാലിന്യ മലകളൊക്കെ ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു നഗരം, ഒരു നാട് എങ്ങനെ മാറുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയായിരുന്നു നമ്മുടെ ശുചിത്വ പരിപാടികൾ. നിങ്ങൾക്കറിയാമല്ലോ, സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സംസ്ഥാനത്ത് ഉടനീളം അത് കാണാൻ കഴിയുന്നു. അതുകൊണ്ടാണല്ലോ മട്ടന്നൂർ നഗരസഭയൊക്കെ ഏറ്റവും മികച്ച നേട്ടം സ്വന്തമാക്കിയതും. അപ്പോൾ നമ്മുടെ നാട് മാലിന്യമുക്തമാകുന്നു, അത് അംഗീകരിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊച്ചിയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കൊച്ചി നഗരമാണല്ലോ നമ്മുടെ മെട്രോ നഗരം. ആ മെട്രോ നഗരം ഇന്ന് ഇങ്ങനെ സുന്ദരിയായത് എങ്ങനെയാണ്? നമുക്കൊന്ന് നോക്കിയാലോ. നഗര ശുചിത്വത്തിൽ ദേശീയ നേട്ടത്തിന് കൊച്ചി കോർപ്പറേഷനെ അർഹമാക്കിയത് ബ്രഹ്മപുരം കേന്ദ്രീകരിച്ച് നടപ്പിലാക്കിയ മാലിന്യ സംസ്കരണ പദ്ധതികളാണ്. ദേശീയ നഗര ശുചിത്വ സർവേയിൽ 50ാം റാങ്ക് നേടിയ കൊച്ചി തന്നെയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച ശുചിത്വ നഗരവും. ദേശീയതലത്തിൽ 1ാം സ്ഥാനമാണ് അടുത്ത ലക്ഷ്യമെന്ന് കൊച്ചി മേയർ എം അനിൽകുമാർ പറയുന്നു. ചിട്ടയായി ആസൂത്രണം ചെയ്ത പ്രവർത്തനങ്ങളുമായി 416ാം റാങ്കിൽ നിന്നാണ് കൊച്ചി 50ാം റാങ്കിലേക്ക് എത്തിയത്. ബ്രഹ്മപുരത്തെ മാലിന്യ സംസ്കരണമായിരുന്നു കോർപ്പറേഷൻ ഭരണസമിതി നേരിട്ട പ്രധാന വെല്ലുവിളി. ബ്രഹ്മപുരത്തെ ബയോമൈനിംഗ് ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. ഇവിടുത്തെ 100 ടൺ ശേഷിയുള്ള BSF പ്ലാന്റ്, വിവിധയിടങ്ങളിലെ ബോട്ടിൽ ബൂത്തുകൾ, RRF പ്ലാന്റുകൾ, MCFകൾ തുടങ്ങിയവയും മാലിന്യ സംസ്കരണത്തിലെ മാതൃകകളാണ്. പുതിയ CBG പ്ലാന്റ് ബ്രഹ്മപുരത്ത് പ്രവർത്തിച്ചു തുടങ്ങുന്നതോടെ ശുചിത്വ രംഗത്ത് വലിയ മുന്നേറ്റം നടത്താൻ കൊച്ചിക്ക് സാധിക്കും. ദേശീയതലത്തിൽ 1ാം സ്ഥാനത്തെത്താനായി നിരവധി കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ടെന്നും കൊച്ചി മേയർ എം അനിൽകുമാർ പറഞ്ഞു. ഞാൻ പ്രതീക്ഷിക്കുന്നത് കൊച്ചി ഇതിനേക്കാൾ മുമ്പിലേക്ക് പോകും. 1ാം സ്ഥാനം തന്നെയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. 49 പേര് നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ വരാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത്, ഒന്ന് ബ്രഹ്മപുരത്തെ ബയോമൈനിങ്. അപ്പോൾ അതിൽ നമുക്ക് ഈ റാങ്ക് നേടിയതിൽ ബയോമൈനിങ് സഹായിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തോടുകൂടി ബ്രഹ്മപുരത്തെ ബയോമൈനിങ് പൂർത്തിയാകും. കുറച്ചുകൂടി ഉയർന്ന നിലയിലേക്ക് വരണമെങ്കിൽ സ്വീവേജ് പ്ലാന്റ് പൂർത്തീകരിക്കണം, കനാൽ റിജുവനേഷൻ പൂർത്തീകരിക്കണം. ഈ വർഷം ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഇന്ത്യയിലെ 4900 നഗരങ്ങളിൽ നടത്തിയ സർവേയിൽ നിന്നാണ് 50ാം റാങ്ക് എന്ന കൊച്ചിയുടെ നേട്ടം. പൊതുജനാഭിപ്രായം, മാലിന്യ സംസ്കരണ സൗകര്യങ്ങളുടെ വിലയിരുത്തൽ, നേരിട്ടുള്ള ഫീൽഡ് പരിശോധന എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് സ്വച്ഛ് സർവേക്ഷൺ നാഷണൽ റാങ്കിംഗ് പട്ടിക തയ്യാറാക്കിയത്. കേരളത്തിലെ ഏറ്റവും മികച്ച ശുചിത്വ നഗരമെന്ന സ്ഥാനവും കൊച്ചിക്കാണ്. കൈരളി ന്യൂസ്, കൊച്ചി.